നമസ്കാരം. 2016 ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന ഒരു കേസാണ് പറയാൻ പോകുന്നത്. അതായത് രാത്രി 10 മണിക്ക് അച്ഛനോടൊപ്പം ഊണും കഴിഞ്ഞ് അച്ഛനും ഉമ്മയും കൊടുത്ത് കിടന്ന മകൾ, 18 വയസ്സുകാരി, കോളേജിൽ പുതിയ അഡ്മിഷൻ കിട്ടി. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു. കിടന്നുറങ്ങി. മകൾ മുകളിലെ നിലയിലും അച്ഛനും അമ്മയും താഴെയായിരുന്നു. ഏക മകളായിരുന്നു. ഏകദേശം രാത്രി 2 മണിയോട് കൂടിയിട്ട് ആ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അത് ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. അദ്ദേഹം ആ ഫോൺ കോൾ കേട്ടിട്ട് അച്ഛൻ ഞെട്ടിപ്പോയി. കാരണം വേറെ ഒന്നല്ല, പറഞ്ഞത് നിങ്ങളുടെ മകളെ ടൗൺ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഒരു പാലത്തിന് മുകളിൽ വെച്ച് പോലീസ് പിടിച്ചു. നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷനിൽ വരെ വരണം. മാത്രമല്ല കൂടെ ഉണ്ടായിരുന്നത് ഒരു പയ്യനും ഉണ്ടായിരുന്നു, ബൈക്കിലായിരുന്നു. അച്ഛൻ ഞെട്ടിപ്പോയി. സംയമനം വീണ്ടെടുത്ത അച്ഛൻ വീണ്ടും പോലീസുകാരോട് ചോദിച്ചു, എൻ്റെ മകൾ തന്നെയാണോ? എൻ്റെ മകൾ ഇവിടെ കിടന്നുറങ്ങണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ മകളാണ്. നിങ്ങളുടെ മകൾ തന്നെയാണ് ഈ നമ്പർ ഞങ്ങൾക്ക് തന്നത്. അങ്ങനെ പോലീസ് അച്ഛൻ മേളിൽ ചെന്ന് നോക്കിയപ്പോൾ ശരിയാണ്, മകൾ കിടന്നിടത്ത് ഒന്നുമില്ല. അച്ഛൻ വളരെയധികം തകർന്നു പോയ അച്ഛൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. മകളെ കണ്ടു. കരഞ്ഞു കലങ്ങിയ മുഖവുമായിട്ട് പേടിച്ചരണ്ടിരിക്കുന്ന മകൾ. അവളോടൊപ്പം ഉണ്ടായിരുന്ന അവളുടെ ബോയ് ഫ്രണ്ടായിരുന്നു. ടൗണിലെ അത്യാവശ്യം തരികിടയൊക്കെ ഉള്ള ഒരാളായിരുന്നു. പിടിക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ കുറച്ച് MDMA ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ആരാണ് ഇതിന് ഉത്തരവാദി? പൊന്നുപോലെ വളർത്തി മകളെ വിശ്വസിച്ച അച്ഛനാണോ? അതല്ല മകളെ കറക്കിക്കൊണ്ടുപോയ കാമുകനാണോ? അല്ല നോ പറയാൻ കഴിയാത്ത മകളാണോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളുടെ വീടിൻ്റെ പരിസരത്തും നമ്മളുടെ വീട്ടിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടക്കുന്നുണ്ടാകാം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്കിതിനൊരു റെമഡി ഉണ്ട്, ഒരു പരിഹാരമുണ്ട്. ഞാൻ എനിയഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് എടുക്കുന്നുണ്ട്. എനിയഗ്രാം മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. കുറേ വർഷങ്ങളായിട്ട് 2013 മുതൽ ഈ പ്രവർത്തനത്തിലുള്ള ആളാണ്. എൻ്റെ പേര് സുനിൽ രാമൻ. ഇപ്പോൾ സത്വജ്ഞാന ഫൗണ്ടേഷൻ എന്ന സ്ഥാപനമാണ് നമ്മൾ ഈ കോഴ്സ് നടത്തുന്നത്. ഈ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാം. അതല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.